മിനിറ്റുകൾ കൊണ്ട് ഒരുപക്ഷെ 7:15 തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയുന്നത്. അത് വളരെ ആവേശത്തോടുകൂടി തന്നെ പ്രവർത്തകർ ഏറ്റുവാങ്ങുന്നു. മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ആ പ്രവർത്തകർക്കിടയിലേക്ക് നരേന്ദ്രമോദി പ്രധാനമന്ത്രി എത്തുന്നു, BJPയുടെ അനിഷേധ്യനായ നേതാവ് എത്തുന്നു. അത് വലിയ ആവേശമാണ് പ്രവർത്തകരിലേക്ക് എത്തിക്കുന്നത്. വൈകാതെ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ റോഡ് ഷോ തുടങ്ങും. അത് അവരെ ആവേശത്തിലാഴ്ത്തുന്നു. ഇനി ഇത്രയും നേരം 2 മണി മുതൽ ഏതാണ്ട് പ്രവർത്തകർക്ക് വേണം 5 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ആരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. ഓരോ സമയം കൊണ്ടും പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാണാനെത്തുന്നവരുടെയും എല്ലാം തന്നെ എണ്ണം കൂടിയിട്ടേ ഉള്ളൂ. അതിനെ ഒരു പരിസമാപ്തിയിലേക്ക് നീങ്ങുന്നു, റോഡ് ഷോയിലേക്ക് കടക്കുന്നു. ഇനി അറിയേണ്ടത് ഈ പ്രവർത്തകരുടെ ആവേശം അതേപടി ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം കാൽനടയായിട്ട് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുക എന്നത് മാത്രമാണ് അറിയേണ്ടത്. 1.5 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ കാണാൻ കാത്തിരിക്കുന്നവരിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം ഒരുപക്ഷെ നടന്ന് തന്നെ അഭിവാദ്യം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്ന് തന്നെയാണ് കാണുന്നത്. രാത്രി തുടങ്ങിയിരിക്കുന്ന 7 മണി കഴിഞ്ഞിരിക്കുന്ന 7:00 എത്തിയിരിക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം ഈ വഴി നടന്നു പോകാനുള്ള ഒരു സാധ്യതയാണ് പ്രവർത്തകർ. അവർ ആ ഒരു ഇഷ്ടമാണ് പങ്കുവയ്ക്കുന്നത്. കൂടുതൽ അടുത്ത് കാണാം എന്ന ആവേശത്തോടെ അവർ പറയുകയും ചെയ്യുന്നു. സജിത്ത്, വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. അങ്ങനെ കൊച്ചിയിൽ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഇറങ്ങി നടക്കാം എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു കാഴ്ചയായി മാറും. കാരണം 1.5 കിലോമീറ്റർ ആണെങ്കിൽ പോലും ഇത്രയധികം ജനങ്ങൾ അവിടെയുണ്ട്. എല്ലാവർക്കും അഭിവാദ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. സന്ധ്യ സമയമായത് എത്തിയത് കൊണ്ട് ഇനി അതിനെന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഉണ്ടായില്ലെങ്കിൽ പക്ഷേ കൃത്യമായി തന്നെ അത് തന്നെയായിരിക്കും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഒരു നീക്കം. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കണ്ടോ, പ്രവർത്തകരുടെ ആവേശം ഭയങ്കരമാണ്. അവരവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചത് അതായത് 7:15 എന്ന സമയം തന്നെ ആവാം നമുക്കിനി പ്രതീക്ഷിക്കാവുന്നത്. ഇപ്പോൾ കൃത്യം 6:57 സമയമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇപ്പോൾ നേവൽ ബേസിലേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയിലാവും. അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹത്തെ ചെറിയൊരു റിസപ്ഷൻ ചടങ്ങ് അവിടെ ഉണ്ടാവും. അതായത് പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ചേർന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് സ്വീകരിക്കും. വി മുരളീധരൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിക്ക് അവിടെ ഉണ്ടായേക്കാം. അതിനുശേഷം വേഗത്തിൽ അദ്ദേഹം ഹെലികോപ്റ്ററിൽ നേവൽ ബേസിലേക്കുള്ള യാത്രയിലാവും. നേവൽ ബേസിൽ വന്നിറങ്ങിയാൽ പിന്നെ അവിടുന്ന് റോഡ് മാർഗം. അതിനിടയിൽ പറഞ്ഞു പോകേണ്ടത് ഉണ്ടായിട്ടുള്ള ചെറിയ ഒരു പ്രതിഷേധ സ്വരങ്ങൾ കൂടിയുണ്ട്. KSUവിന്റെ ബാനറുകൾ, SFIയുടെ ഫ്ലക്സ്. ഇതിനിടയിൽ ഉയർത്തിയത് പോലീസ്, പിണറായിയുടെ പോലീസാണ്. പോലീസ് കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാമർശമൊക്കെ BJPയുടെ ഭാഗത്തുണ്ട്. BJP പ്രവർത്തകർ സംയമനം പാലിക്കുകയായിരുന്നു എന്നാണ് ടോം അവിടുന്ന് പ്രധാനമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ വരും സമയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഒക്കെ ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഏത് രീതിയിൽ നവകേരള സദസ്സുമായി താരതമ്യപ്പെടുത്തിയൊക്കെ ഒരുപക്ഷെ പറയാനുള്ള സാധ്യതകളൊക്കെ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപക്ഷെ അത് വലിയ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ കേന്ദ്രം സംസ്ഥാനത്തോട് വിശദീകരണം പോലും ചോദിക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറാം. കാരണം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ യാത്രയിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതിൽ സംസ്ഥാനത്തോട് വിശദീകരണം ഉണ്ടാവും. ഒപ്പം ഇക്കാര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം ഉയർന്ന് BJP ഉന്നയിച്ചിട്ടുണ്ട്. നാളെ ഒരുപക്ഷെ അതെങ്ങനെ നാളത്തെ ദിവസം എങ്ങനെ ചർച്ചയാവുന്നതും കാണേണ്ടതുണ്ട്. എന്തായാലും അവിടുത്തെ ദൃശ്യങ്ങൾ കാണാം. അവിടെ ആൾക്കൂട്ടം ഇങ്ങനെ റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് രാത്രിയായിട്ടുകൂടി അവിടെ പ്രധാനമന്ത്രി റോഡ് ഷോയുമായി അദ്ദേഹം കടന്നു പോകുമ്പോൾ കാണുന്നതിന് വേണ്ടി ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പ്രവർത്തകർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രി കേരളത്തിലെത്തി, കൊച്ചിയിലെത്തി എന്ന വാർത്ത അവരിലേക്കും എത്തിക്കാണും. അതിൻ്റെ ഒരു ആവേശം ആ പ്രവർത്തകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഏറെ സമയം കാത്തു നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റും എന്നൊരു കൂടുതൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലാവും അവർ കാത്തു നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ 7:15 അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലേക്ക് കടന്നു. BJP സംസ്ഥാന നേതൃത്വം പോലും ശക്തി പ്രകടനമാക്കി മാറ്റുകയായിരുന്നു ഈ റോഡ് ഷോയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തന്നെ. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മറ്റ് സംസ്ഥാന നേതാക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊച്ചിയിൽ തന്നെ തമ്പടിച്ചുകൊണ്ടാണ് ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നത്. അങ്ങനെ റോഡിന്റെ ഇരുവശത്തും 10,000-കണക്കിന് ജനങ്ങളെ, പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു റോഡ് ഷോയിലേക്ക് തയ്യാറെടുക്കുന്നു. ആ രീതിയിൽ ഉള്ള ഒരു വലിയ ജനപങ്കാളിത്തം, ജനപിന്തുണ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് BJP വ്യക്തമാക്കുക കൂടി ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അനൌദ്യോഗിക പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മറ്റ് ഇടത് വലത് മുന്നണികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BJP ഒന്നിലേറെ മുന്നേറിഞ്ഞിരിക്കുന്ന ഒരു നീക്കമായി മാറുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിന്റെ അമരക്കാരനായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വെയിറ്റേജ് BJPക്ക് ഉണ്ടാവുന്നു എന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് BJP ഈ സന്ദർശനത്തിലൂടെ.